ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലവ് ഈസ് എ പെയിൻഫുൾ എക്സോഡസ്. സ്നേഹം വേദന നിറഞ്ഞൊരു പുറപ്പാടാണ്. ആത്മീയ ഗുരുക്കന്മാരുടെ മനോഹരമായ ഓർമ്മപ്പെടുത്തൽ. നോമ്പുകാലം ഈ സ്നേഹത്തിൻ്റെ നിർബന്ധം കൊണ്ട് നടത്തുന്ന ഒരു പുറപ്പാടായിട്ട് മാറട്ടെ. പുറപ്പാട് നമുക്കറിയാം. ഇസ്രായേൽക്കാർ മരുഭൂമിയിലൂടെ കാനാൻ ലക്ഷ്യമാക്കിയുള്ള ഒരു 40 വർഷം നീണ്ട യാത്ര. അല്പനേരം കൊണ്ട് എത്താൻ കഴിയുന്ന അധിക ദൂരമില്ലാത്തൊരു വഴിയെ ഒരു ശുദ്ധീകരണത്തിലൂടെ കടത്തിവിട്ട് അതിനൊടുവിലാണ് അനുഗ്രഹത്തിൻ്റെ ഒരു കാനാൻ അനുഭവം ദൈവം പ്രദാനം ചെയ്തത്. സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ടാണ് നമ്മുടെ ജീവിതമെങ്കിൽ, യാത്രയെങ്കിൽ, നിലപാടുകളെങ്കിൽ തെല്ലും വിസ്മരിക്കേണ്ടതില്ല, മടിക്കേണ്ടതില്ല. ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ സ്നേഹത്തിൽ അധിഷ്ഠിതമാണ് ചെയ്യുന്നത് മുഴുവനുമെങ്കിൽ കുറവ് കൂടാതെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നവൻ കൂടെയുണ്ട് എന്ന് മറക്കാതിരിക്കാം. തേനീച്ച കുഞ്ഞിനെ കൊത്താൻ വരുമ്പം അപ്പൻ ചെയ്യുന്നൊരു പ്രവൃത്തിയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാനോ. തേനീച്ച ഇങ്ങനെ മോനെ കൊത്താൻ വരുമ്പം അപ്പൻ്റെ വസ്ത്രം പോലും ഊരിയിട്ട് മകനെ ഇങ്ങനെ പൊതിഞ്ഞ് അവൻ്റെ പുറത്ത് കിടക്കുക. അപ്പനാണ് കൊത്തു മുഴുവനും കൊള്ളണത്. മടി കൂടാതെ ആ കൊത്തുകൊള്ളുന്ന ആ തേനീച്ചയുടെ കൊത്തിൽ ആ വേദന മുഴുവനും ഉൾക്കൊള്ളാൻ, സ്വീകരിക്കാൻ മടി കാണിക്കാത്ത ഒരപ്പൻ്റെ മനസ്സോട് കൂടിയിട്ട്. അതുകൊണ്ടാണ് ആത്മീയ പിതാക്കന്മാർ പറഞ്ഞു വെച്ചു, പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി മാത്രമല്ല യേശു ഭൂമിയിലേക്ക് വന്നത്, സ്നേഹിക്കാൻ വേണ്ടി സ്നേഹം കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഈ നോമ്പുകാലത്ത് ഉള്ളിൽ ഈ സ്നേഹത്തിൻ്റെ ഭാവങ്ങൾ കുറേയും കൂടെ ആഴത്തിൽ വളരട്ടെ. ഈ സ്നേഹത്തിൻ്റെ ചൈതന്യം കുറേയും കൂടെ ആഴത്തിൽ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനമായിട്ട് മാറട്ടെ. സ്നേഹത്തോടു കൂടി ചെയ്യുന്നതൊക്കെ അധികത്തിലാണ് വിടുക. ഈശോ പാദാന്തികത്തിലിരുന്ന് കഴുകിയവളോട് കൃത്യമായിട്ട് പറഞ്ഞു, ശമയോനോട് ഓർമ്മപ്പെടുത്തി, ഇവൾ അധികം സ്നേഹിച്ചതുകൊണ്ട് നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം ഈ അധിക സ്നേഹത്തിലേക്ക് എത്തുമ്പം അത് അകത്തുനിന്നുണ്ടാവുന്നതാണ്, അത് ഉള്ളിൻ്റെ സാധനമാണ്. ഈ നാളുകളിലൊക്കെ നമ്മുടെ പ്രാർത്ഥനകളും പരിത്യാഗങ്ങളും സൽക്കർമ്മങ്ങളും കാരുണ്യത്തിൻ്റെ കർമ്മവഴികളുമൊക്കെ ഈ അധിക സ്നേഹത്തിൽ നിന്നും ഉയർക്കൊള്ളുന്നതായി കഴിയുമ്പം ഈ നോമ്പിൻ്റെ ആചരണം, ഈ നോമ്പിൻ്റെ വഴികൾ കുറേയും കൂടെ അനുകൂലവും അനുഗ്രഹീതവും അഭിഷേകത്തിൻ്റെ സാധ്യതയുള്ളതുമായിട്ട് രൂപാന്തരപ്പെടും. സ്നേഹമില്ലാതെ ചെയ്യുന്ന ആത്മീയതയൊക്കെ ഫരിസയൻ്റെ മനസ്സാണ്. അത് ക്രിസ്ത്യാനിയുടേതായി മാറാൻ നമ്മെ സഹായിക്കില്ല. ഫരിസയൻ്റെ മനസ്സോട് കൂടിയിട്ട് ചെയ്യുന്ന കർമ്മങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിയിട്ട് ഒരു സ്നേഹത്തിൽ അധിഷ്ഠിതമായ ക്രിസ്ത്യാനി മനസ്സോട് കൂടിയിട്ട്, ക്രിസ്തു മനോഭാവത്തോടു കൂടിയിട്ട് നമുക്ക് ഈ നോമ്പുകാലത്ത് എന്തിനേയും ഏതിനേയും കാണാനും അറിയാനും സമീപിക്കാനും തക്കവിധം ജീവിതത്തെ ഒന്ന് മാറ്റാനായാൽ നമ്മളെത്രയോ അനുഗ്രഹിക്കപ്പെട്ടവരായി. കൃപയോടെ പ്രാർത്ഥിക്കാം, അഭിഷേകത്തോടു കൂടിയിട്ട് ആഗ്രഹിക്കാം. സ്നേഹം ഒരു വേദന നിറഞ്ഞ പടപ്പുറപ്പാട. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും കവിയുടെ മനോഹരമായ വാക്കുകൂടെ ഹൃദയത്തിൽ സൂക്ഷിക്കാം. സ്നേഹത്തിൽ അധിഷ്ഠിതമായി ഈ നോമ്പിൻ്റെ വഴികളെ കുറേയും കൂടെ ആർദ്രമാക്കാം, അനുഗ്രഹമാക്കാം, അഭിഷേകമാക്കാം, ആത്മീയമാക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തിലധിഷ്ഠിതമായി എല്ലാ പുറപ്പാടുകളും അനുഗ്രഹ കാനാനാക്കാൻ അഭിഷേകം തരണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.